ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ അജ്മഈൻ യാ റബ്ബൽ ആലമീൻ اللهم إني أسألك الحبك وحب من يحبك والأمل الذي يبلغني حبك آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ഇൻഷാല്ലാ ക്ലാസ് മിസ്സായ ഒരിക്കലുള്ള റെക്കോർഡിങ്സ് ആണ് കേട്ടോ. ഇൻഷാല്ലാ മഖ്റജാണ് നമ്മളിന്ന് എടുക്കാൻ പോണത്. ഇൻഷാല്ലാ എന്താണ് മഖാരിജുൽ ഹുറൂഫ്. മഖാരിജുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, എക്സിറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അക്ഷരങ്ങൾ, ചില അക്ഷരങ്ങൾ നാവിന്ന് വരുന്ന അക്ഷരങ്ങളുണ്ട്, ചുണ്ടിന്ന് വരുന്നതുണ്ട്, തൊണ്ടയിൽ വരുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ ഉദ്ഭവസ്ഥാനങ്ങൾ മഖാരിജ്. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാല്ലാ. പിന്നെ അറബി അക്ഷരമാലയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? ഇത് നമ്മൾ മുമ്പൊക്കെ പഠിച്ചത് അലിഫ് എന്നാണ് അല്ലേ ഇവിടെ പഠിച്ചത്. ഇത് ആക്ച്വലി ഹംസ ആണ്. ഓക്കെ, ഹംസ. ഓക്കെ, പിന്നെ ബ ത സ. അപ്പം അലിഫ് എവിടെ? അലിഫ് ഇവിടെയാണുള്ളത്. ലാം അലിഫ് എന്നുള്ള അവിടെയാണ് അലിഫ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എഴുതി കാണുന്നുണ്ട്. തുടക്കത്തിൽ കാണുന്ന അലിഫ്, അലിഫിൻ്റെ മുകളിൽ ഹംസ ഉള്ളത് യഥാർത്ഥത്തിൽ ഹംസയും യാക്കു മുന്നേ ഉള്ള ലാം അലിഫ് എന്താണ്? അതാണ് അലിഫ് മദ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാനുള്ളത് ഇത് എന്താണ്? അലിഫല്ല, ഇവിടെ ഹംസ ആണ്. ഓക്കെ, ഹംസ. ഓക്കെ, ഇതാണ് അലിഫ്, ലാം അലിഫ്. ഓക്കെ, ഈ ലാം അലിഫ് അത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. വാവ് അലിഫ്, ഹ അലിഫ്, നൂൻ അലിഫ്, മീം അലിഫ് എന്നല്ല, ലാം അലിഫ് തന്നെ കൊടുത്തു. അതെന്തുകൊണ്ടാണ്? ലാമും അലിഫും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം അൽ ബൈത്ത് എന്നൊക്കെ ഉള്ളത് എന്താണ്? അൽ ബൈത്ത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ലാം ഇവിടെ സുക്കൂനോണ്ടാണ് ശരിക്കും ഇത് സുക്കൂനോണ്ടാണ് ശരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബൈത്ത്. പക്ഷെ അറബിയിൽ സുക്കൂനോണ്ട് ഒരു വാക്ക് തുടങ്ങൂല. നമ്മൾ ഇംഗ്ലീഷിൽ സ്കേർട്ട്, സ്കൂൾ എന്നൊക്കെ പറയൂ അല്ലേ? അതേപോലെ അറബിയിൽ സുക്കൂനോണ്ട് തുടങ്ങൂല. അപ്പോൾ അതിൻ്റെ മുന്നേ, അപ്പോൾ ഈ ലാം സുക്കൂന് സപ്പോർട്ടായിട്ട് ഇവിടെ എന്താ ഇട്ട് കൊടുത്തത്? അത് അലിഫ്, ഹംസത്തുൽ വസൽ അലിഫാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലാമിനെ സപ്പോർട്ട് ചെയ്തത് ആരാണ്? അലിഫ്. അപ്പോൾ ഇവിടെ അതേപോലെ എന്താണ്? അലിഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലാം. ഓക്കെ, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്റ്റോറി അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് ഇൻഷാല്ലാ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെയും നാവിനും ചുണ്ടിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് നോക്കാം. ഫത്ഹുള്ള അക്ഷരം ഉച്ചരിക്കുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? വായ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ തുറക്കും. ആ പറയുമ്പോൾ ചെറുത്. മ, ബ, എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി. മ, ഫ. ഓക്കെ, ഫ ഇവിടെ തുറക്കും. നാവിൻ്റെ ഷേപ്പ് എന്താണ്? നാവ് ഇങ്ങനെ താഴ്ന്ന് ഫ്ലാറ്റായിട്ടിരിക്കും. ഓക്കെ, നാവ് ഇങ്ങനെ ഫ്ലാറ്റായിട്ടിരിക്കും. ഇവിടെ ചെറുതായിട്ട് തുറക്കും. ഈ രണ്ട് സംഗതികളാണ് ഇവിടെ നടക്കുന്നത്. അത് ഫത്ഹ പറയുമ്പോൾ ഒന്നെന്താണ്? ചുണ്ട് ചെറുതായിട്ട് ഓപ്പൺ ആവും. രണ്ട്, ഇവിടെ നാവ് ഫ്ലാറ്റായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് കെസ്റ പറയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കെസ്റ പറയുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ നാവിൻ്റെ നടുഭാഗം ഉയർന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇവിടെ എന്താണ്? ഫ്ലാറ്റാണ്. ഇവിടെ കെസ്റ ഈ പറയുമ്പോഴെങ്ങനെയാണ്? ഇവിടെ ഉയരും നാവിൻ്റെ നടുഭാഗം. പിന്നെ താടി ഒരിത്തിരി താഴും.
ഓക്കെ, അത് ഫത്തഹക്കും ദമ്മക്കൊന്നും അതില്ല. കെസ്റക്ക് താടി ഇത്തിരി പൊടിക്ക് താഴോട്ട് താഴും. ഓക്കെ, അപ്പോൾ കെസ്റ അങ്ങനെ, കെസ്റക്ക് എന്താണ്, താടി ഇത്തിരി താഴോട്ട് താഴും, പിന്നെ നാവിൻ്റെ നടുഭാഗം ഉയരും. ഓക്കെ, ഇനി ദമ്മക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ദമ്മക്ക് നമ്മൾ ചുണ്ട് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് കൂർപ്പിക്കണം, അതേപോലെ കൂർപ്പിക്കണം. ഓക്കെ, മുന്നിലേക്ക് പ്രൊട്രൂഡ് ചെയ്യണം ചുണ്ട്. ഓക്കെ, രണ്ട് ചുണ്ടുകളും ഒരേപോലെ റൗണ്ടാവണം. ഈ വട്ടം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു ഏകദേശം ഒരു റഫ്ലി ഒരു പെൻസിലിൻ്റെ, നേരിയൊരു പെൻസിലിൻ്റെ ഗ്യാപ്പ് വേണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓക്കെ, ഒന്നാമത്തത് അത്. രണ്ടാമത്തേത് എന്താ നടക്കുന്നത്, നാവിൻ്റെ ബാക്ക് ഭാഗമാണ് ഉയരുന്നത്. അത് നമ്മൾ ഒന്നും ചെയ്യാനില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയിക്കോളൂ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇയാൾക്ക് എന്തായിരുന്നു, നാവിൻ്റെ നടുഭാഗമായിരുന്നു ഉയരുന്നത്. വാവിന് നാവിൻ്റെ ബാക്ക് സൈഡാണ് ഉയരണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് എന്താണ്, ചുണ്ട് റൗണ്ടാവും. രണ്ടാമത് നാവിൻ്റെ ബാക്ക് സൈഡ് ഉയരും. ഓക്കെ, ഇനി സുക്കൂന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അക്ഷരങ്ങളുടെ മഹ്റജ് എങ്ങനെയാണോ അതേപോലെ. അപ്പോൾ ഇതിപ്പോൾ ഫാൻ്റെ എഫ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫാൻ്റെ മഹ്റജ് ഏതാണ്, ഈ താഴത്തെ ചുണ്ട്. അപ്പോൾ അതിന് ഇതേപോലെ പ്രത്യേകമായിട്ടൊന്നുമില്ല. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം നല്ലോണം. ഫത്ഹ, കസ്റ, ദമ്മ ഒക്കെ വരുമ്പോൾ നമ്മൾ മാലിക്കി, മാലിക്കി, ഓക്കെ, ലീ 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 ഒക്കെ കംപ്ലീറ്റ് ആവണം. പിന്നെ തഅബുദൂൻ, ദമ്മ പറയുമ്പോൾ തഅബുദൂൻ, ഇവിടെ ചുണ്ട് ഇങ്ങനെ മുന്നിലേക്ക് പ്രൊട്രൂഡ് ചെയ്യണം. ഓക്കെ, അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഒരക്ഷരത്തിൻ്റെ കൃത്യമായ മഖ്റജ് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെ തിരിച്ചറിയും? അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി ആ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുക. ഏതാണോ അക്ഷരം അതിന് സുക്കൂന് കൊടുക്കുക. അതിൻ്റെ മുന്നേ ഹറക്കത്തുള്ള ഒരു അലിഫും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനു മുമ്പ് ഹറക്കത്തുള്ള അലിഫും കൊടുക്കുക. എന്നിട്ട് ശബ്ദം അവസാനിക്കുന്ന സ്ഥാനം മനസ്സിലാക്കുക. ഉദാഹരണം, ബായുടെ മഖ്റജ് കണ്ടുപിടിക്കാൻ അബ് അബ് എന്ന് പറയുക. എന്താണ്, ആദ്യം ഹറക്കയുള്ള അലിഫ് ഇട്ട് കൊടുക്കുക. ഫത്ഹ, കസ്റ, ദമ്മ, അബ്, ഇബ്, ഉബ്, ഏതെങ്കിലും ഒരു ഹംസ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബാ ഉച്ചരിക്കുക. അപ്പം അബ് അബ്, എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എവിടുന്നാണ് ശബ്ദം വരുന്നത് എന്നുള്ളത്, ശബ്ദം അവസാനിക്കുന്നത് എവിടെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ബാൻ്റെ കേസിൽ ശബ്ദം ചുണ്ടുകളിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അബ് അബ് ചുണ്ടിലാണല്ലോ അവസാനിക്കുന്നത്. അപ്പോൾ അതാണ് ബാൻ്റെ മഖ്റജ്. ഇനി മഖ്റജ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, മുഹഖഖ്, മുഖദ്ദർ. ഓക്കെ, മുഹഖഖ്, മുഖദ്ദർ. ഓക്കെ, മുഹഖഖ് എന്ന് പറഞ്ഞാൽ എന്താ, ശബ്ദത്തിന് ഒരു അവസാന സ്ഥാനം ഉണ്ടെങ്കിൽ ആ മഖ്റജിനെ മുഹഖഖ്, നിശ്ചിതമായതെന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ അബ് അബ് പറഞ്ഞ്, അപ്പോൾ ബാ എവിടെയാണ് അവസാനിക്കുന്നത്, ചുണ്ടുകളിൽ അല്ലേ, അബ് അബ് അബ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നിശ്ചിത സ്ഥാനത്ത് അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക, മുഹഖഖ്. ഓക്കെ, നേരെ മറിച്ച് മുഖദ്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു നിശ്ചിത സ്ഥാനമില്ല, അവസാനമില്ല. ശബ്ദത്തിന് ഒരു അവസാന സ്ഥാനം ഇല്ലെങ്കിൽ ആ മഖ്റജിനെ മുഖദ്ദർ, നിർണയിച്ചത് എന്ന് പറയുന്നു, എസ്റ്റിമേറ്റഡ്. ഓക്കെ, അതെന്താണ്, ഇപ്പം മദ്ദിൻ്റെ അക്ഷരങ്ങൾ അത് മാത്രമേ ഉള്ളൂ ഇതിൽ വരുന്നത് കേട്ടോ. ബാക്കിയൊക്കെ മുഹഖഖിലാണ് വരുന്നത്. നമ്മളിപ്പോൾ മലയാളത്തിൽ ദീർഘാക്ഷരങ്ങളായിട്ടുള്ള ആ, ഈ ഇത് കേട്ടോ, പിന്നെ ഊ. അപ്പോൾ അതെന്താണ്, നമ്മൾ അറബിയിൽ എങ്ങനെയാണ്, ഫത്ഹൻ്റെ ശേഷം വരുന്ന അലിഫ്, കെസറിൻ്റെ ശേഷം വരുന്ന യാ, ദമ്മൻ്റെ ശേഷം വരുന്ന ഊ. ഇത് എങ്ങനെയാണ് നമ്മളതൊന്ന് പറഞ്ഞു നോക്കാം. അതിനൊരു അവസാന സ്ഥാനം ഉണ്ടാവില്ല. ആ ആ ഈ
ഈ എവിടെ അവസാനമായിട്ട് ചെന്ന് മുട്ടുന്നില്ല. വോക്കൽ കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് അങ്ങനെ ഒഴുകുകയാണ്. ഈ ഊ. ഓക്കെ, അപ്പോൾ അതാണ് മുഖദ്ദർ. ഇത് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനില്ല. മുഖദ്ദർ എന്ന് പറയുന്നത് ശബ്ദത്തിന് ഒരു അവസാന സ്ഥാനം ഇല്ലെങ്കിൽ ആ മഖ്റജിനെ മുഖദ്ദർ, നിർണയിച്ചത് എന്ന് പറയുന്നു.